നമസ്തേ. മുല്ലപ്പെരിയാർ ഡാം വളരെ സേഫാണ്, അതിനൊരു കുഴപ്പവുമില്ല എന്ന് വിദഗ്ധ സംഘം വിലയിരുത്തുന്നു. ആരാണ് ഈ വിദഗ്ധ സംഘം? അവർ ഏത് ടെക്നോളജിയിലാണ് വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ളത്? സുർക്കി മിശ്രിതം കൊണ്ടുണ്ടാക്കി പാറക്കെട്ടുകൾ അണിനിരത്തി ഉണ്ടാക്കിയ ഈ ഡാം അതിൻ്റെ വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടും 100 വർഷത്തിൽ കൂടുതൽ എടുത്തിട്ടും ഇപ്പോഴും സുരക്ഷയോടുകൂടി നിൽക്കുന്നു എന്ന് പറയാൻ പറ്റിയ എന്ത് വൈദഗ്ധ്യമാണ് ഇവർക്കുള്ളത്? ഇവർ ഹൈഡ്രോളജി വിഭാഗത്തിലോ അല്ലെങ്കിൽ റിലയബിലിറ്റി ടെക്നിക്കിലോ ഇവർ വിദഗ്ധരാണോ? അതോ വെറും സിവിൽ എഞ്ചിനീയേഴ്സ് മാത്രമാണോ? അതോ ഗവൺമെൻറ് നിശ്ചയിച്ച അഡ്വക്കേറ്റുമാരുടെയോ അല്ലെങ്കിൽ റിട്ടയേർഡ് ജഡ്ജിമാരുടെയോ ഒരു പഠന സംഘമാണോ? എപ്പോഴും ഏത് നിമിഷവും പൊട്ടാവുന്ന ഒരു ഡാം, അത് പൊട്ടിയാൽ കേരളം എന്ന് പറയുന്ന ആ ചെറു സംസ്ഥാനം മുഴുവനായിട്ട് ഇല്ലാതായി പോകുന്ന ഒരു ഡാം, അത് വിദഗ്ധ സംഘം പറയുകയാണ് അത് സേഫാണ്, അത് സുരക്ഷിതമാണ്. ഇതെങ്ങനെ വിശ്വസിക്കും? ഇനി ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ സാധാരണ ജനങ്ങൾ, അതായത് വിദ്യാർത്ഥികൾ അടക്കം ഉള്ള ജനങ്ങൾ ഇതിനെപ്പറ്റി യാതൊരു അവബോധവും ഇല്ലാത്തവരാണ്. മുല്ലപ്പെരിയാറോ അതെന്താണ്, മുല്ലപ്പെരിയാർ ഡാമോ അതെന്താണ് എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളെ വരെ അല്ലെങ്കിൽ ജനങ്ങളെ വരെ കണ്ടു. അവർക്കറിയില്ല, സാധാരണ ജനങ്ങൾക്ക് മുല്ലപ്പെരിയാർ എന്താണെന്നും അത് വരുത്തി വയ്ക്കാവുന്ന ആപത്ത് എന്താണെന്നും അറിയില്ല. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സന്നദ്ധ സംഘടനകൾ, അത് ഏത് പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏത് അസോസിയേഷൻ്റെയോ ഒക്കെ ആവട്ടെ, സാമൂഹ്യ സംഘടനകൾ വീടാന്തരം കയറിയിറങ്ങി, അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങി, അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് അവബോധം നൽകുകയാണ് ആദ്യം വേണ്ടത്. കാരണം പലർക്കും അറിയില്ല ഇതിൻ്റെ ആപത്ത് എന്താണെന്നുള്ളത്. ബ്രിട്ടീഷുകാർ പണിഞ്ഞു എന്നുള്ള ഒരു വലിയ കാര്യത്തിൽ സായിപ്പിൻ്റെ കാൽ പിടിച്ചു നിൽക്കുകയാണ് ഇവർ. ബ്രിട്ടീഷുകാർ പണിഞ്ഞതുകൊണ്ട് ഇത് പൊട്ടില്ല എന്നാണ് അവരുടെ നയം. പലർക്കും മുല്ലപ്പെരിയാറിനെ പറ്റി ഒന്നും അറിയില്ല. എന്താണത് എന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന കുറേ വിദ്യാർത്ഥികളും കുറേ യുവജനങ്ങളും നമുക്കിടയിലുണ്ട്. അത്തരക്കാരോട് ഒന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് മുല്ലപ്പെരിയാർ എന്താണെന്ന് അറിയില്ല. വയനാട്ടിൽ എന്തോ ദുരന്തമുണ്ടായി എന്ന് മാത്രം അറിയാം. അതെന്താണെന്നോ അതിൻ്റെ കാരണം എന്താണെന്നോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. ഞാൻ യുവജനങ്ങളോട് ഒരു രാഷ്ട്രീയത്തിൽ എടുത്തു ചാടാൻ പറയുന്നില്ല. പക്ഷേ അവർ നമ്മുടെ സാമൂഹ്യമായ കാര്യങ്ങൾ കുറച്ചൊക്കെ അറിവുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നല്ലൊരു ജനാധിപത്യ രാജ്യം പടുത്തുയർത്താൻ നമുക്ക് പറ്റൂ. നമ്മുടെ കേരളത്തിനെ വിഴുങ്ങാൻ നിൽക്കുന്ന ഈ ഒരു മഹാഭീകരതയിൽ നിന്നും നമ്മെ രക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ യുവജനങ്ങൾ അല്ലെങ്കിൽ ഈ ജനങ്ങൾ അതിനെപ്പറ്റി ഒന്നും അറിയാതെ മുല്ലപ്പെരിയാറോ എന്താ അത് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ഞാൻ കാണുകയുണ്ടായി. ദയവ് ചെയ്ത് ഞാൻ എല്ലാ സാമൂഹ്യ സംഘടനകളോടും പറയുകയാണ്, രാഷ്ട്രീയമൊന്നുമില്ലാതെ എല്ലാവരും ജനങ്ങൾക്കിടയിൽ ഒരു അവബോധമുണ്ടാക്കുക. മുല്ലപ്പെരിയാറിൻ്റെ അപകടാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുക. ജനങ്ങളതറിയട്ടെ, എങ്കിലേ ജനങ്ങൾക്കൊന്നിച്ചു നിൽക്കാൻ പറ്റൂ. നിങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി വീടുകൾ കയറിയിറങ്ങുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിലും കയറുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ വലിയ വിപത്ത് മാറ്റാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചുകൂടെ? അവരിൽ നിന്നും ഒപ്പ് ശേഖരിച്ച് നമുക്കിത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഒന്ന് ഏജൻസി ഏൽപ്പിച്ചുകൂടെ? അല്ലെങ്കിൽ ഇതൊരു അന്താരാഷ്ട്ര ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൂടെ? എന്തുകൊണ്ട് പറ്റുന്നില്ല? നല്ല ജേർണലിസ്റ്റുകൾ ഇവിടെയുണ്ട്. അവർക്ക് അന്താരാഷ്ട്ര ചാനലുകളിൽ ഇത് അവതരിപ്പിച്ചുകൂടെ? എന്തിനാണ് നാം മടിച്ചു നിൽക്കുന്നത്? അപകടം നടന്നതിന് ശേഷം മാത്രം നമ്മൾ ആരും ബാക്കിയുണ്ടാകില്ല. പിന്നെ ചർച്ച ചെയ്യാനോ ഇല്ലെങ്കിൽ ഇതിനെപ്പറ്റി പറയാനോ ഒന്നും ബാക്കിയുണ്ടാകില്ല.
പിന്നെ മറ്റുള്ളവർ, അതിൻ്റെ വാലിലും തുമ്പിലും ഇരിക്കുന്നവർ അവിടെ ഇരുന്ന് ചർച്ചയോട് ചർച്ചയായിരിക്കും. അത് മതിയോ? നിങ്ങൾ തന്നെ ചിന്തിക്കുക.